ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് ഒരു പെസഹാ ദിനം കൂടി കാണുവാൻ നമ്മുടെ ആയുസ്സിൽ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും അത്രേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഇന്ന് പെസഹായെപ്പറ്റി നാം ചിന്തിക്കുന്നു. എന്താണ് പെസഹ? ഒരു വിടുതലിൻ്റെ അനുഭവമാണ് പെസഹ. പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, വിമോചനമാണ് നമുക്ക് ആവശ്യം. പെസഹായുടെ ആരംഭം മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തോട് ബന്ധപ്പെട്ടതാണ്. വിമോചനം നൽകുന്നതിന് മുന്നോടിയായി യഹോവയായ ദൈവം മിസ്രയീമ്യരുടെ മേൽ 10 ബാധകൾ അയച്ചതായിട്ട് നാം കാണുന്നു. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിന് മുന്നോടിയായി ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ കൊന്ന് രക്തമെടുത്ത് വീടുകളുടെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. രക്തം അടയാളമായിട്ടുള്ള വീടുകളെ വിട്ട് സംഹാരദൂതന് കടന്നുപോകുന്നു. തീയിലിട്ട ചുട്ട മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയോടുകൂടെ അവർ തിന്നണം. ആ ദിവസം തലമുറ തലമുറയായി ആചരിക്കുന്നതായിരുന്നു പെസഹ. യേശുവും ശിഷ്യന്മാരും പെസഹ ആചരിച്ചു. പെസഹായുടെ പ്രധാന വിഭവങ്ങൾ പുളിപ്പില്ലാത്ത അപ്പവും വീഞ്ഞും ആയിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തെ യേശു തൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാക്കി ചിത്രീകരിക്കുന്നു. പാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ക്രൂശിൽ സ്വയം യാഗമായി തീർന്നതിൻ്റെ പ്രതീകമാണ് പുളിപ്പില്ലാത്ത അപ്പം. വീഞ്ഞിനെ ഇവിടെ ചിത്രീകരിക്കുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ പ്രതീകമായി. രക്തം ചിന്തിയതിലൂടെ യേശു ദൈവവും മനുഷ്യനുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു. ദൈവകുഞ്ഞാടായ യേശു പെസഹ കുഞ്ഞാടായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പെസഹ ഒരു വിടുതലിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ ഭയങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന വിമോചകനായിട്ടാണ് ക്രിസ്തുവിനെ നാം കാണുന്നത്. പെസഹ കുഞ്ഞാടായി തീർന്ന യേശു പാപത്തിൻ്റെ സകല ഭവിഷ്യത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന നമ്മുടെ രക്ഷകനായിട്ടാണ് കാണുന്നത്. നമുക്ക് നമ്മോട് തന്നെ സ്വയമായിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം. വലിയ പാപങ്ങൾ ഒന്നും തന്നെ നമ്മൾ ചെയ്തില്ലെങ്കിലും ദൈവത്തെക്കാൾ കൂടുതൽ നാം എന്തിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെയും ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാന് മനസ്സിലാക്കാനുള്ള സമയത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തുച്ഛീകരിച്ച് കളഞ്ഞിട്ടുണ്ടോ? ആ സമയമൊക്കെ നാം ലോകമോഹങ്ങൾക്ക് അതിൻ്റെതായി തീർന്ന് അതിൽ ജീവിച്ചു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് സ്വയം ചോദിച്ചു നോക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ തിരുമേശയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവിനെ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, അങ്ങ് ആ കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച് കർത്താവിൻ്റെ ശരീരവും അവസാനത്തുള്ള രക്തവും തന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു പെസഹ കുഞ്ഞാടായി തീർന്നു.
ആ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ പെസഹാ ദിനത്തിൽ നമ്മെയും പൂർണ്ണമായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.